വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അപായപ്പെടുത്തുന്നതിന് ഫർസാനയെ പേരുമലയിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായി. പേരുമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ന്യൂസ് 8 ലഭിച്ചു. മുക്കുനൂരിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്താതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്കാണ് നടന്നത്. അഫാൻ പിന്തുടർന്നെത്തുന്നതും ഫോണിൽ വിളിക്കുന്നതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളുണ്ട്. കാമുകയുടെ മുഖം വികൃതമാക്കി കൊലപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തമാക്കാതെ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. വളരെ ചെറിയ ഒരു സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴും രഹസ്യമായിട്ട് തന്നെ ഫർസാന വരട്ടെ കൊണ്ടുവരികയാണ് എന്നുള്ളത് കുറച്ചുകൂടെ ആ സംഭാഷണത്തിലൊക്കെ കുറച്ച് വ്യക്തമാണ് എന്ന് തോന്നുന്നു. എന്തിനാണ് ഫർസാനയുടെ മുഖം വികൃതമാക്കി അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നത് സംബന്ധിച്ചൊന്നും അന്വേഷണ സംഘം ഒന്നും തുറന്നു പറയുന്നില്ല. ഇത് ഏത് ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുന്നു, ഇനിയും പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്നുള്ളൊരു നിഗമനം കൂടിയാണോ വേണ്ടത് ഈ സമയത്ത്? ഡാൻ, തിങ്കളാഴ്ച വൈകുന്നേരം, അതായത് ഈ കൂട്ടക്കൊലപാതകം നടക്കുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ഫർസാനയ്ക്ക് ഈ വീട്ടിലേക്ക് എത്താനുള്ള, പേരമലയിലെ വീട്ടിലേക്ക് എത്താനുള്ള അഫാന്റെ ഫോൺ സന്ദേശം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ ഏതാണ്ട് 3:15 ശേഷം പുത്തൂരിലുള്ള വീട്ടിൽ നിന്ന് നടന്ന് ഈ ഫർസാന പ്രധാന റോഡിലേക്ക് എത്തുന്നത്. അതായത് മുക്കുന്നൂർ എന്ന പ്രധാന റോഡിലേക്ക് എത്തുന്നു. മുക്കുന്നൂരിലൂടെ 3:32 വരെ പ്രധാന റോഡിലൂടെ തന്നെയായിരുന്നു ഫർസാനയുടെ സഞ്ചാരം. 3:32 ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന്, അതായത് വെഞ്ഞാറമൂട് ടൗൺ എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞാണ് ഫർസാനയുടെ പിന്നീടുള്ള സഞ്ചാരം. അത് മറ്റാരും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ അഫാൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കി ഈ ഒരു ഇടവഴിയിലേക്ക്, വെഞ്ഞാറമൂട് ടൗണിന് മുമ്പുള്ള ഒരു ഇടവഴിയിലേക്ക് ഫർസാന നടന്നു നീങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ 3:45 ഏതാണ്ട് 15 മിനിറ്റ് നേരം തുടർച്ചയായി ആ ഇടവഴിയിലൂടെ നടന്ന് ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ഒരു വർക്ക്ഷോപ്പിന് സമീപത്ത് താൻ നിൽക്കാം എന്ന് അഫാൻ ഫോണിൽ വിളിക്കുമ്പോൾ ഈ ഫർസാന വ്യക്തമാക്കുന്നതാണ് അവസാനമായുള്ള ഫോൺ കോളിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സംഭാഷണം. അതിനുശേഷം അവിടെ നിന്നാണ് ആരും കാണാതെ ഫർസാനയെ അഫാൻ തന്റെ ബൈക്കിൽ കയറ്റി ഈ പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പോലീസിനെ ഇപ്പോഴും കുഴയ്ക്കുന്നത് എന്താണ്, ഈ ഇത്ര ക്രൂരമായി ആ മുഖം വികൃതമാക്കാനുണ്ടായ കാരണം എന്താണ്? അതിനിപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. പലതവണ അഫാനോട് അന്വേഷണ സംഘം പല ഘട്ടങ്ങളായി ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അത്രയധികം താൻ അവളെ സ്നേഹിച്ചിരുന്നു, തന്നോടും അവൾക്ക് അത്രയധികം സ്നേഹമായിരുന്നു,
താനില്ലാതെ മറ്റൊരാൾക്കൊപ്പം അവൾ ജീവിക്കില്ലായിരുന്നു എന്നൊക്കെ അഫാൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയധികം സ്നേഹമുള്ള ഒരാളെ ഇങ്ങനെ വികൃതമാക്കി അപായപ്പെടുത്താനുണ്ടായതിന്റെ ചേതോവികാരം എന്താ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അപ്പോഴാണ് അതീവ രഹസ്യമായി വളരെ തന്ത്രപരമായി ബന്ധുക്കളൊക്കെ ഒരുപാടുള്ളതാണ് ഫർസാനയ്ക്ക് ഈ പോകുന്ന വഴികളിൽ, ഈ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വരുന്ന വഴികളിൽ അവിടെ ഒരുപാട് ബന്ധുക്കളുള്ളതാണ്. അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്ത് കൂടിയുള്ള ഒരു ഇടവഴിയിലൂടെ ഫർസാന ഇങ്ങനെ 25 മിനിറ്റോളം സഞ്ചരിച്ചിട്ടുണ്ടാകാം കാൽനടയായി തന്നെ എന്നാണ് പോലീസിന് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സഞ്ചരിച്ചാണ് അഫാനെ പ്രതീക്ഷിച്ച് ഒരു വർക്ക്ഷോപ്പിന് സമീപത്ത് അവൾ കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് നീ എവിടെ എത്തി എന്ന് ചോദിച്ച അഫാന്റെ ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ എടുത്ത് ഞാൻ വർക്ക്ഷോപ്പിന് സമീപം നിൽക്കുന്നുണ്ട് എന്ന് അഫാനോട് ഫർസാന പറയുന്നു. മിനിറ്റുകൾക്കകം അഫാൻ അവിടെ എത്തി ഫർസാനയും കൂട്ടി പേരമലയിലെ വീട്ടിലേക്ക് ആ മരണയാത്രയ്ക്ക് തന്നെ അപായപ്പെടുത്താനാണ് താൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന അഫാൻ തന്നെ കൊണ്ടുപോകുന്നതെന്നറിയാതെ താൻ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്നേഹിച്ച അഫാനോടൊപ്പം ഈ ഫർസാന യാത്ര ചെയ്യുന്നത്. ആ വേദനയുളവാക്കുന്ന നടുക്കമുളവാക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഡാൻ, ഈ ഫർസാനയുടെ മാലയും പണയം വെച്ചിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണം തിരിച്ചു ചോദിക്കുന്നവരോ എല്ലാം കൊലപ്പെടുത്തുക, ഈ അത്തരം ഒരു സൈക്കോളജി ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പൂർണ്ണമായി വ്യക്തമല്ലെങ്കിൽ പോലും അത്തരം എന്തെങ്കിലും ഒരു വിഷയം കൂടി ഈ തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ? അത് ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ഈ മാലയടക്കം പണയം വെച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ടോ? ഈ അന്വേഷണ സംഘത്തെ ഈ കാര്യത്തിൽ കുഴയ്ക്കുന്ന ഒരു കാര്യം, ഈ പണം തിരിച്ചു ചോദിച്ചതിനാണ് ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്തതെങ്കിൽ ഇയാൾ കൊല്ലേണ്ടിയിരുന്നത് മറ്റു ചിലരെയാണ്. കാരണം തുടർച്ചയായി ഈ പണം കടം കൊടുത്തതിന് ശേഷം അവരോട് തിരികെ ആ പണം ചോദിച്ചത് മറ്റു ചില വ്യക്തികളാണ്. അതേതാണ്ട് ഒരു 7 മുതൽ 10 പേരിലധികം ഇങ്ങനെ കടം കൊടുത്തവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 62 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ തുകയുണ്ട് എന്നാണ് പോലീസിന് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചില വ്യക്തികളോട് മാത്രം അതിൽ വൈരാഗ്യം തോന്നാനുണ്ടായ കാരണം എന്താണ്? ഈ കാര്യങ്ങളിലൊക്കെ സംശയം നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ ലക്ഷങ്ങൾ കൈപ്പറ്റിയ ഇവർക്ക് കടമായി നൽകിയ ചിലരുണ്ട്. അവർ ആ വീട്ടിലെത്തി ഈ പണം തിരികെ ചോദിച്ചിരുന്നു. അത് കൊടുക്കാൻ ഒരു നിർവാഹവുമില്ലാതെ വന്നതിനാലാണ് കൂട്ട ആത്മഹത്യക്ക് തയ്യാറെടുത്തതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രാഥമികമായി ചോദ്യം ചെയ്യൽ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് അഫാൻ വ്യക്തമാക്കിയത്. പക്ഷേ പിന്നെ എന്തിന് ഈ 88 വയസ്സിലേറെയുള്ള തന്റെ മുത്തശ്ശി വലിയമ്മയെ സൽമ ബീവിയെ ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ 2 ആഴ്ച മുമ്പ് അവരോട് 4 പവന്റെ കഴുത്തിൽ കിടന്ന മാല പണയം വെക്കാനായി തരണമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ ദിവസം ആ വീട്ടിലേക്ക് എത്തുമ്പോൾ സൽമ ബീവിയുടെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നില്ല, അത് മറ്റൊരാൾക്ക് കൈമാറിയെന്നായിരുന്നു സൽമ ബീവി ഈ അഫാനോട് പറഞ്ഞത്. ഇത് പെട്ടെന്ന് പ്രതിയെ പ്രകോപിതനാക്കി അങ്ങനെ തലക്കടിച്ച ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അഫാൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിൽ ഈ സൽമ ബീവിയുടെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോൾ, അത് ഈ മൂത്ത മകൻ ലത്തീഫിന്റെ ആയിരുന്നു. ആ ലത്തീഫ് ഈ കാര്യങ്ങൾ അറിയുമോ എന്നൊരു സംശയത്തിലാണ് ഉടൻ തന്നെ വാഹനമെടുത്ത് ഈ ഇരുചക്ര വാഹനത്തിൽ ലത്തീഫിന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് പോകുന്നതും അതിക്രൂരമായി ലത്തീഫിനെയും ഭാര്യ ഷാഹിദയും ആ വീടിനുള്ളിൽ വെച്ച് വകവരുത്തിയത് എന്നുമാണ് അന്വേഷണ സംഘത്തോട് പ്രതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായി ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിനുണ്ടായ പ്രകോപനങ്ങൾ, ഇത് സംബന്ധിച്ച് അഫാൻ പറഞ്ഞിരിക്കുന്ന മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇതിന് പിന്നിൽ എന്നറിയാനുള്ള അന്വേഷണമാണ് ഊർജിതമായി പുരോഗമിക്കുന്നത്. അഫാന്റെ മാനസിക നില അതുകൂടി നിരീക്ഷിച്ച് വരികയായിരുന്നല്ലോ ഇവർ. ഇതിൽ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് ഈ കൃത്യമായിട്ട് മൊഴിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ നില ഏത് തരത്തിലാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്? അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്കൊക്കെ അഫാന്റെ മാനസികാവസ്ഥ പൂർണ്ണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് ഏത് തരത്തിലാണ് അതൊക്കെ നിരീക്ഷിക്കുന്നത് ഡാൻ? അതായത് 3 ദിവസത്തെ നിരീക്ഷണമായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത്. അത് ഏതാണ്ട് ഇന്നുകൊണ്ട് പൂർത്തിയാകുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം നേതൃത്വത്തിൽ ഇയാളുടെ മാനസിക നില സ്റ്റേബിൾ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ
കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ. അത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം ഇങ്ങനെയൊരു കേട്ടുകേൾവിയില്ലാത്ത കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരയ്ക്ക് തന്നെ നേതൃത്വം നൽകിയ ഒരു 23-കാരന്റെ മാനസികാവസ്ഥ അത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് കണ്ടെത്താൻ കഴിയുന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ടാണ് ഫോർമാറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയ അഫാന്റെ സ്മാർട്ട് ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അതായത് ഈ ഫോണിലെ വിവരങ്ങൾ റിട്രൈവ് ചെയ്യുന്നതിലൂടെ ഈ ബ്രൗസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി പരിശോധിക്കുന്നതിലൂടെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഇയാൾ ആരോടൊക്കെ ഫോണിൽ സംസാരിച്ചിരുന്നു, അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ഇവന്റെ ഉമ്മ ഷമിയുടെ ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ്. പക്ഷേ താടിയല്ലിന് കാര്യമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് ഇപ്പോൾ ചില പരിമിതികളുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എത്തിക്കുന്നതിന് മുൻപ് അഫാനും ഫർസാനയും തമ്മിലുണ്ടായിട്ടുള്ള അവസാനത്തെ ഫോൺ സംഭാഷണത്തിന്റെ ശകലങ്ങൾ കൂടിയാണ് കേൾക്കുന്നത്.